ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഷ്ടതകളുടെയും സഹനങ്ങളുടെയും മധ്യയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അപ്പോഴും നമ്മളിൽ പ്രത്യാശ നിറയ്ക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജപമാല കയ്യിലെടുക്കും ഞാനമ്മ തൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോര നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാനമ്മ തൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. The letter to the Romans, chapter 5, verses 3-5. നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ചില കുരിശുകൾ നിശ്ചയമായും ഉണ്ടാകും. നമുക്കത് എടുത്തു മാറ്റാൻ ഒട്ടു കഴിയുകയുമില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്ന കുരിശുകളുണ്ട്. എന്നാൽ ഇങ്ങനെ മാറ്റാനാകാത്ത കുരിശുകളുടെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ല, എക്സെപ്റ്റ് ടു റിമെയിൻ. അതിൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ. അത്തരം നേരങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് സുന്ദരമായി പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹനം അതിൽ തന്നെ എന്തെങ്കിലും മെച്ചമാണെന്നല്ല പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. സഹനമുഖത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് എന്തു പുറപ്പെടുവിക്കാൻ, അയാളെ എങ്ങനെയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു തരികയാണ്. കഷ്ടത നമുക്ക് സഹനശീലം തരും. സഹനശീലം നമുക്ക് ആത്മധൈര്യം തരും. ആത്മധൈര്യം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കും. സഫറിങ്, എൻഡുറൻസ്, ക്യാരക്ടർ, ഹോപ്പ്. ഇത് ഏറ്റവും സുന്ദരമായി ജീവിതത്തിൽ ജീവിച്ച് കാട്ടിയവളാണ് പരിശുദ്ധ അമ്മ. 15 നോമ്പിൻ്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് നമ്മൾ ഏറ്റവും അടുത്ത് എത്തി നിൽക്കുന്ന ഈ ദിവസം ഈ വചനം വെച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ധ്യാനിക്കാം. കാൽവരിയിൽ കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിന്ന നേരത്തെ വാക്കിംഗ് വിത്ത് മേരിയിൽ നമ്മൾ ധ്യാനിച്ചതാണ്. അവിടെ നടക്കുന്നൊന്നും മാറ്റാൻ അവളെ കൊണ്ടാകില്ല. പുത്രൻ്റെ കരങ്ങളിൽ അടിച്ചു കയറ്റപ്പെട്ട ആണി വലിച്ചൂരാൻ അവളെ കൊണ്ടാകില്ല. അപമാനത്തെ, പരിഹാസങ്ങളെ നിശബ്ദമാക്കാൻ അവൾക്ക് കഴിയില്ല. അവളുടെ പുത്രനെ കുരിശിൽ നിന്നിറക്കാൻ അവളെ കൊണ്ടാകില്ല. ആ ദിവസത്തെ മാറ്റാൻ അവൾക്ക് കഴിയില്ല. പക്ഷെ അപ്പോഴും നമ്മൾ വായിക്കുന്നു, അവൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. ആ നിൽപ്പിനെ നമ്മൾ ധ്യാനിച്ചതാണ്. ആത്മധൈര്യത്തിൻ്റെ നിൽപ്പാണത്. പ്രത്യാശയുടെ നിൽപ്പാണത്. സംടൈംസ് ഫെയ്ത്ത് മീൻസ് സ്റ്റാൻഡിങ് ബിസൈഡ് എ മൗണ്ടൻ that does not move. മലകളെ മാറ്റുന്ന വിശ്വാസം നമുക്കറിയാം, നമുക്കത് ഇഷ്ടവുമാണ്. മാറാത്ത ചില മലകളുടെ മുമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ച്
നിൽക്കാൻ പറ്റണം. മേരി റിമെയിൻഡ്. മറിയം അവിടെ നിന്നു. അവൾക്ക് മനസ്സിലാകാത്തപ്പോഴും, സാഹചര്യങ്ങൾ മാറ്റാൻ അവൾക്ക് കഴിയാതിരുന്നപ്പോഴും, അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഏറെ ക്ലേശകരമാകുമ്പോഴും, ബാക്കി എല്ലാവരും ഓടി അകന്നപ്പോഴും അവൾ നിന്നു. ഇന്ന് നമ്മളും ആഗ്രഹിക്കേണ്ടത് അങ്ങനെയൊരു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ചില സഹന നേരങ്ങളിൽ ആത്മധൈര്യത്തോടെ നിൽക്കണം. ആത്മധൈര്യം നമുക്ക് പ്രത്യാശ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങൾ വഹിക്കുന്ന കുരിശിന് ഭാരമേറുമ്പോൾ, ക്ഷീണിതരാകുമ്പോൾ തകർന്നു പോകാതിരിക്കാൻ ഞങ്ങളിൽ നീ സഹനശീലം വളർത്തണമേ. ആത്മധൈര്യം നിറയ്ക്കണമേ. നിന്റെ വഴികളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴും എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ കാക്കട്ടെ. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥനയിൽ നിന്നോട് ബന്ധത്തിൽ ആയിരിക്കട്ടെ. നിന്റെ ചാരത്തു നിന്ന് അമ്മ മറിയത്തിൻ്റെ സുഹൃതങ്ങൾ എൻ്റെ ജീവിതത്തിലേക്കും നീ പകർന്നരുളണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.